എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള സ്പെഷ്യൽ അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്കുള്ള അഡ്മിഷൻ നാളെ അവസാനിക്കും. നാളെ വൈകുന്നേരം 3 മണിക്കകം വിദ്യാർത്ഥികൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ നേടേണ്ടതാണ്. അഡ്മിഷൻ നേടാതിരിക്കുകയാണ് എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല, പിന്നീട് വരുന്ന അലോട്ട്മെൻറ്റുകളിൽ വിദ്യാർത്ഥികളെ പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല. അതുപോലെ തന്നെ സിമെറ്റിൻ്റെ NRI കോട്ടയിലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചിട്ടുള്ളത് എങ്കിൽ വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് സിമെറ്റ് ഡയറക്ടറേറ്റ് പാട്ടൂർ തിരുവനന്തപുരം ഓഫീസിലാണ് അഡ്മിഷനായിട്ട് പോവേണ്ടത്. CPASലാണ് നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചതെങ്കിൽ വിദ്യാർത്ഥികൾ കോട്ടയത്തുള്ള അതായത് ഗാന്ധി നഗറിലെ സ്കൂൾ ഓഫ് മെഡിക്കൽ എഡ്യൂക്കേഷനിൽ ആണ് കോട്ടയത്തെ ഓഫീസിലാണ് വിദ്യാർത്ഥികൾ ഈ ഒരു അഡ്മിഷനായിട്ട് പോവേണ്ടത്. ഗവൺമെൻറ് നഴ്സിംഗ് കോളേജിൽ നഴ്സിംഗിന് അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ നഴ്സിംഗിനായിട്ട് നിങ്ങൾ ഈ ഒരു ബോണ്ട് 200 രൂപയുടെ മുദ്രപത്രത്തിൽ ലഭിക്കുന്ന അത് മുദ്രപത്രത്തിൽ പ്രിൻ്റ് എടുത്ത ശേഷം ആ ഒരു ബോണ്ട് നൽകേണ്ടതാണ്. ബോണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മുദ്രപത്രത്തിൽ കോളേജിൽ നിന്നും നിങ്ങൾക്ക് പ്രിൻ്റ് ഔട്ട് എടുക്കാവുന്നതാണ്. അതായത് മുദ്രപത്രത്തിലാണ് ഈ ഒരു ബോണ്ടിൻ്റെ കാര്യം പ്രിൻ്റ് ഔട്ട് എടുക്കേണ്ടത്. ഇനി വിദ്യാർത്ഥികൾ അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ് എന്ന് പറയുന്നത് SSLC സർട്ടിഫിക്കറ്റ്, +2 സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ TC, അതുപോലെ കോൺടാക്റ്റ് സർട്ടിഫിക്കറ്റിന് 6 മാസ കാലാവധിയാണുള്ളത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കുള്ള എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ ആ റിസർവേഷൻ സർട്ടിഫിക്കറ്റ്, അതായത് കാസ്റ്റ്, കമ്മ്യൂണിറ്റി, EWS ഇതുപോലുള്ള സർട്ടിഫിക്കറ്റുകളാണ്. അതുപോലെ മറ്റെന്തെങ്കിലും റിസർവേഷൻ, സർവീസ് കോട്ട ഇവയുടെയൊക്കെ എന്തെങ്കിലും റിസർവേഷൻസ് ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ട റിസർവേഷൻ ഡോക്യുമെൻറ്റുകൾ കൂടി വിദ്യാർത്ഥികൾ കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ ഫിസിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, അതുപോലെ ഹെപ്പറ്റൈറ്റിസ് ബിക്ക് എടുത്തുള്ള വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്. ഈ ഒരു വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് അഡ്മിഷൻ സമയത്ത് നിർബന്ധമല്ല. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ബാലൻസ് ഫീസ് വല്ലതും കോളേജിൽ അടക്കാനായിട്ടുണ്ടെങ്കിൽ അതുകൂടി കൊണ്ടുപോകേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾക്ക് ഓൺലൈനായിട്ട് ലഭിച്ചിട്ടുണ്ടാവും. അത് നിങ്ങളുടെ അലോട്ട്മെൻറ്റിൻ്റെ ആ ഒരു പേജിൽ ആണ്, അത് നിങ്ങൾ അലോട്ട്മെൻറ്റ് പരിശോധിച്ച പേജിലാണ് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് അവിടെ മെമ്മോ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ബട്ടൺ വന്നിട്ടുണ്ടാകും. അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് എക്സ്ട്രാ വല്ല ഫീ പേയ്മെൻറ്റ് ഉണ്ടെങ്കിൽ ആ ഒരു ഫീസ് കൂടി അഡ്മിഷനായിട്ട് പോകുന്ന സമയത്ത് എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും റിസർവേഷൻസുകൾ ഉണ്ടെങ്കിൽ ആ ഒരു റിസർവേഷൻസ് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റും കൂടി വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് ഹാജരാക്കേണ്ടതാണ്. അതുപോലെ ടോക്കൺ ഫീ പേയ്മെൻറ്റ് ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ലഭിച്ച റെസീപ്റ്റ് ഉണ്ടാവും. ആ ഒരു റെസീപ്റ്റും അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും ഡോക്യുമെൻറ്റുകൾ നിങ്ങൾക്ക് ഈ ഒരു അഡ്മിഷൻ സമയത്ത് വേണം എന്ന് നിങ്ങൾ കോളേജിൽ വിളിച്ച സമയത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതുകൂടി നിങ്ങൾ കൊണ്ടുപോകാനായിട്ട് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇത്രയും ഡോക്യുമെൻറ്റ്സാണ് വിദ്യാർത്ഥികൾ അഡ്മിഷൻ സമയത്ത് കൊണ്ടുപോകേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഈ ഒരു സെപ്റ്റംബർ 21 തീയതി വരെയാണ് ഈ ഒരു അഡ്മിഷൻ. സാധാരണ ചില കോളേജ് സെപ്റ്റംബറിൽ വൈകുന്നേരം ഈ ഒരു 3 മണി വരെയൊക്കെയാണ് അഡ്മിഷൻ നൽകാറുള്ളത്. അതുകൊണ്ടാണ് വിദ്യാർത്ഥികളോട് 3 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കണം എന്ന് പ്രത്യേകം സൂചിപ്പിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അലോട്ട്മെൻറ്റിന് ശേഷം പിന്നീട് ഈ ഒരു SC ST വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്പെഷ്യൽ സ്പോട്ട് അലോട്ട്മെൻറ്റാണ് ഉണ്ടായിരിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ പോയിക്കൊണ്ടാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് അത് 30 തീയതിയാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുക. അതിന് മുന്നോടിയായിട്ട് വിദ്യാർത്ഥികൾക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ വെബ്സൈറ്റ് വഴി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകൾ മാത്രമേ വിദ്യാർത്ഥികൾ ഓപ്ഷൻസായിട്ട് ഉൾപ്പെടുത്താനായിട്ട് പാടുള്ളൂ. കാരണം വിദ്യാർത്ഥികൾക്ക് അഥവാ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കാതിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടുക മാത്രമല്ല, പിന്നീട് വരുന്ന സ്പെഷ്യൽ അലോട്ട്മെൻറ്റുകളിൽ പങ്കെടുക്കാനായിട്ടുള്ള അവസരം നഷ്ടപ്പെടുകയും ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്കോ അല്ലെങ്കിൽ മറ്റൊരു കോളേജിലേക്കോ മാറാനുള്ള ഒരു അവസരം ഉണ്ടായിരിക്കുന്നതല്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള, അതായത് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അഡ്മിഷൻ എടുക്കുമെന്ന് ഉറപ്പുള്ള കോളേജുകളും കോഴ്സുകളും മാത്രമേ വിദ്യാർത്ഥികൾ ഓപ്ഷൻസായിട്ട്, അതായത് ആ ഒരു ഘട്ടത്തിൽ നൽകാവൂ. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു സെപ്റ്റംബർ 30 തീയതിയാണ് ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് LBSൻ്റെ വിവിധ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ വെച്ച് നടക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾ ആ ഒരു സമയത്ത് LBSൻ്റെ ഫെസിലിറ്റേഷൻ സെൻറ്റേഴ്സിൽ നേരിട്ട് നിങ്ങളുടെ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റ്സ് സഹിതം പോയിട്ട് അഡ്മിഷൻ നേടുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ വിദ്യാർത്ഥികൾ അഡ്മിഷൻ നേടുകയില്ല, അതായത് അവിടെ പോയിട്ട് നിങ്ങൾ രജിസ്ട്രേഷൻ ചെയ്യുക നിങ്ങളുടെ പേര്. അപ്പോൾ അവിടെ ആ ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും അതിനുശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട്, അതായത് ഏതെങ്കിലും കോളേജിൽ ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളാണെങ്കിൽ കോളേജിൽ നിന്നുള്ള NOC സർട്ടിഫിക്കറ്റ് കൂടി കൊണ്ടുപോകണം. അതിനുശേഷം നിങ്ങളുടെ ആ ഒരു പേര് രജിസ്ട്രേഷൻ ചെയ്യും, നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് നൽകുകയും ചെയ്യാനുള്ള ഒരു അവസരം കിട്ടും. അപ്പോൾ അന്നേ ദിവസം വിവിധ LBS സെൻറ്റേഴ്സിൽ പോയിട്ടുള്ള വിദ്യാർത്ഥികളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുകയും ആ ഒരു റാങ്ക് ലിസ്റ്റ് വഴി വിദ്യാർത്ഥികൾക്ക് അവിടെ ഉള്ള സീറ്റ് വേക്കൻസി എത്രയാണോ SC ST വിദ്യാർത്ഥികളുടെ ആ ഒരു റിസർവേഷൻ സീറ്റിലെടുത്ത് അതിനനുസരിച്ച് വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നൽകുകയുമാണ് ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, സ്പോട്ട് അലോട്ട്മെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നീട് കോഴ്സ് മാറ്റമോ അല്ലെങ്കിൽ കോളേജ് മാറ്റമോ ചെയ്യാനുള്ള ഒരു അവസരം വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കുന്നതല്ല.
അതുകൊണ്ട് തന്നെ ഈ ഒരു അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ വളരെയധികം ശ്രദ്ധയോടുകൂടി സ്പോട്ട് അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. സെപ്റ്റംബർ 30-ാം തീയതിയാണ് നിലവിലെ ഷെഡ്യൂൾ പ്രകാരം ഈ ഒരു സ്പോട്ട് അലോട്ട്മെൻറ്റ് നടത്തപ്പെടുന്നത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേറ്റുകൾ ലഭിക്കുന്ന സമയത്ത് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ സ്പെഷ്യൽ അലോട്ട്മെൻറ്റിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരം 3 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ നേടാൻ ശ്രദ്ധിക്കുക. അഡ്മിഷൻ നേടിയിട്ടില്ല എങ്കിൽ ലഭിച്ച അലോട്ട്മെൻറ്റ് നഷ്ടപ്പെടും എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.